ഹലോ, വളരെ ഈസി ആയിട്ട് നല്ല കിടുക്കാച്ചി ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? ഈ ബാറ്റർ തന്നെ ഒന്ന് നോക്കിക്കേ, നല്ല സോപ്പ് പതഞ്ഞ് പൊങ്ങുന്ന പോലത്തെ ഒരു ബാറ്റർ അല്ലേ? നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കണമെങ്കിൽ അരി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചൊക്കെ എടുക്കും, അല്ലെങ്കിൽ പൊടി നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് കപ്പി കാച്ചിയൊക്കെ എടുക്കും. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ കിഡിലൻ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പമാണിത്. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് റവയാണ്. റവ കൊണ്ടുള്ളൊരു അടിപൊളി പാലപ്പമാണ് കേട്ടോ. ഞാൻ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് റവയാണിത്, പാക്കറ്റിൽ കിട്ടുന്നതാണ്. പിന്നെ സാധാരണ റവയാണെങ്കിലും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 കപ്പ് ഇതെടുക്കാം. ഇതിന് ചെറിയൊരു യെല്ലോയിഷ് കളറുണ്ട് ഈ റവയ്ക്ക്, അതുകൊണ്ട് അപ്പത്തിന് ആ ഒരു കളർ ഉണ്ടാവും കേട്ടോ. പിന്നെ വേണ്ടുന്നത് 1 കപ്പ് അവലാണ്. അപ്പോൾ എല്ലാം ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ആ കപ്പിൻ്റെ അളവ് നമ്മൾ മാറിപ്പോവരുത്. 2 കപ്പ് റവയ്ക്ക് 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ള അവലല്ല കേട്ടോ, ലൈറ്റ് റോസ് കളറിലെ അവലാണ്. വെള്ള അവലാണെങ്കിൽ വെള്ള കളറിലേക്കും അപ്പം. ഇതാകുമ്പോൾ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. എൻ്റെ ഈ അവലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വേണം. ഇത് നല്ല ജീരകമാണ്, ചെറിയ ജീരകം. ജീരകം ഇട്ടൊക്കെ അരയ്ക്കുമ്പോൾ അപ്പത്തിന് ഭയങ്കര ഒരു രുചിയായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഇപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് ബാറ്ററൊക്കെ റെഡിയായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്ത് വെക്കാം. ഇതിനായിട്ട് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നനച്ചെടുക്കുകയാണേ. അപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ചെറിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ്സാണ്. ഒത്തിരി വെള്ളം പൊങ്ങിയൊന്നും നിൽക്കണ്ട, ഇതൊന്ന് കുതിരാൻ വെച്ചാൽ മതി. കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാനാണ്. ഈ അവലും റവയും കൂടി ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പം നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആവും, ബാറ്റർ നല്ല പതഞ്ഞ് പൊങ്ങി വരും. അപ്പം അങ്ങനെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കുതിർത്തെടുക്കുവാണേ. വെള്ളമൊക്കെ ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് ഇതിനെ മാറ്റി അടച്ച് വെക്കാൻ പോവാണ്. റവയും അവലൊക്കെ പെട്ടെന്ന് കുതിർന്ന് വരും. 15 മിനിറ്റിന് ശേഷം ഇത് കണ്ടോ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളമൊക്കെ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി കുറച്ച് സാധനങ്ങൾ കൂടി ഇതിനകത്തേക്ക് ചേർക്കണം കേട്ടോ, നമുക്കിതിന് കുറച്ച് രുചി വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെ പകുതി വരെ ഞാൻ റവയും അവലും കൂടെ ഉള്ള ഇട്ടു. പിന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പകുതി തേങ്ങ ഇപ്പോൾ ഇട്ടു. ഒരു 3-4 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര ഇടുമ്പോൾ ഒരിത്തിരി മധുരം നിൽക്കുമ്പോൾ നല്ലതാണ്, നിർബന്ധമില്ല. ഷുഗർ ഡയബറ്റിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ പകുതി അരച്ചപ്പോഴാണ് ഓർത്തത് ഒരു സാധനം മറന്നുപോയി. ഇതാണ് മെയിൻ സാധനം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഈ ഈസ്റ്റ് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടുകയാണ്. പിന്നെ സാധാരണ ഈസ്റ്റാണുള്ളതെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് ചൂടുവെള്ളത്തിൽ അല്പം പഞ്ചസാര ഇട്ടു ഈ ഈസ്റ്റ് ഒരു 5 മിനിറ്റ് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊങ്ങി വരും. അത് ഒഴിച്ച് നമുക്ക് അരച്ചാലും മതി. ഇപ്പം ഞാൻ ഈ ഈസ്റ്റ് ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. നമുക്കത് കഴിഞ്ഞ് അവസാനം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം. ഇതെനിക്ക് 3 പ്രാവശ്യമായിട്ട് അരയ്ക്കാനുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് മുഴുവനും ഒന്ന് അരച്ചിട്ട് വരാം. അപ്പം മാവ് 3 പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് റിൻസ് ചെയ്ത് നമുക്കിതിനകത്തേക്ക് ചേർക്കാം. ചൂടുവെള്ളം വേണമെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ഇട്ടതല്ലേ, അപ്പോൾ ഒന്ന് പൊങ്ങി വരാനും ഒക്കെ നല്ലതാണ്. ഞാൻ ചൂടുവെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഈ മാവിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് കറക്റ്റായിട്ടുള്ള ഉപ്പും പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മാവ് പൊങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കി അതിനെ താഴ്ത്തി കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് നല്ലതുപോലെ നന്നായിട്ട് 1 മിനിറ്റ് കൈവിടാതെ ഒന്ന് ഇളക്കിയിട്ട് ഇതിനെ മൂടി 1 മണിക്കൂർ വെക്കാം. പിന്നെ ഇത് പൊങ്ങുന്ന സമയം എന്ന് വെച്ചാൽ ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, നല്ല വെയിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് അരമണിക്കൂർ കഴിയുമ്പോഴേ ഇത് പൊങ്ങി വരും കേട്ടോ. മഴ സമയമാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇത് എനിക്ക് കറക്റ്റ് 1 അവർ ആയപ്പോൾ തന്നെ പൊങ്ങി വന്നു. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇന്നലെ നല്ല വെയിലൊക്കെ ആയിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. നോക്കിയാൽ എന്ത് നല്ല ബാറ്ററാന്ന് നോക്കിയാൽ, ഒട്ടും വെയിറ്റ് ഇല്ല, പാത്രത്തെ പിടിച്ചിട്ട് തന്നെ കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോ കളറുണ്ട്, നിറയെ ബബിൾസൊക്കെ വന്നു.
നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിതിനെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നൊന്നുമില്ല, എനിക്ക് ഡിന്നറിന് വേണ്ടിയാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ പൊങ്ങി വരും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് മിക്സി അല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കാം, ആവശ്യ സമയത്ത് എടുത്താലും മതി. ഇനി അപ്പം ഉണ്ടാക്കിയെടുക്കാം. ചീനച്ചട്ടി നല്ലതുപോലെ ചൂടായി കഴിഞ്ഞൊരു മീഡിയം ഫ്ലെയിം മതി. ആവശ്യത്തിന് ചൂട് വേണം. ചൂട് കുറഞ്ഞാൽ അതപ്പം നന്നായി വരില്ല. അതിനകത്തേക്ക് ഒരു തവി, ഞാൻ ഈ ഒരൊറ്റ തവിയെ ഒഴിക്കുന്നുള്ളൂ. ഇതിനെ നല്ലതുപോലെ ചുറ്റിച്ചെടുക്കണം. നല്ല ഷേപ്പിൽ ഇത്തിരി കനം കുറച്ച് ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വരും. അപ്പോൾ ഈ മീഡിയം ഫ്ലെയിമിൽ, ഞാൻ ചെറിയ ഫ്ലെയിം വരുന്ന സ്റ്റൗവിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ ഈ ഹോൾസ് കണ്ടില്ലേ, ഈ ഹോൾസ് കുറച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പാലപ്പം അത് ഏത് രീതിയിലുള്ള അരി കൊണ്ടും ഗോതമ്പോ ഏതായാലും മൂടി വെക്കാവുള്ളൂ. മൂടി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ആ ഹോൾസ് വരാൻ കുറവായിരിക്കും വരുന്നത്. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈഡൊക്കെ മൊരിഞ്ഞ് വിട്ട് വരും. അപ്പം നമുക്കതെടുക്കാം. അത് നോക്കിയാൽ നല്ല അടിപൊളി പാലപ്പം അല്ലേ. അതിൻ്റെ കളറ് കണ്ടില്ലേ, ഒരു ലൈറ്റ് യെല്ലോ കളറ്. നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. എന്ത് എളുപ്പമാണ്. നമ്മൾക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമെന്ന് പറയുമ്പോൾ രാവിലെ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്കത് ആ സമയം തന്നെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം റെഡിയാക്കി എടുത്ത് 1 മണിക്കൂർ കൊണ്ട് അവർ വരാം. അപ്പം നമുക്കവരെ ഞെട്ടിക്കാം. അടിപൊളി പാലപ്പവും. അത് കറിയില്ലാതെയും കഴിക്കാം, കറിയോടെയും. ഞാൻ ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസാണ് കറി വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിതുപോലെ എല്ലാ അപ്പവും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, അപ്പം പിന്നെ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞു പോകും. ഇത് അപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴുമൊക്കെ അരിയുടെ അപ്പം കഴിക്കുന്നതല്ലേ. ഇനി റവ കൊണ്ടുമൊക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഇതൊന്ന് എടുത്ത് കാണിച്ചരുതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. വളരെ സോഫ്റ്റായിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഹോൾസൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ബാക്ക് സൈഡും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള റവ പാലപ്പത്തിൻ്റെ റെസിപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ്.